ഹായ് ഹലോ നമസ്കാരം. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന ഈ ചാനലിൻ്റെ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തികച്ചും ചില വീഡിയോകൾ ചെയ്യുമ്പോൾ പൈസയ്ക്ക് വേണ്ടി ഒരുപാട് വീഡിയോകൾ ചെയ്യാറുണ്ട്, റീച്ചിന് വേണ്ടി കുറേ വീഡിയോകൾ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ദീപ്തി ടീച്ചറിൻ്റെ ചാനൽ ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത് ഞാൻ സ്ഥിരം കാണാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ കഴിഞ്ഞ ദിവസം ദീപ്തി ടീച്ചർ ഇട്ട വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെപ്പറ്റി ഞാൻ ഇനി സംസാരിക്കേണ്ട. ഒരു കുട്ടി, ഈ പ്രൈമറി പ്രായപൂർത്തിയാവാത്തൊരു കുട്ടി, ഇതേപോലെ കാട്ടിലുള്ള ഒരു പെൺകുട്ടി ഇതേ കണക്ക് പ്രഗ്നൻ്റ് ആയി എന്നുള്ള രീതിയിൽ ഒരു സംശയത്തിൻ്റെ പുറത്ത് ദീപ്തി ടീച്ചർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ തന്നെ ഇപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അതിനെപ്പറ്റി ദീപ്തി ടീച്ചർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് കാരണം ദീപ്തി ടീച്ചറിന് തൻ്റെ ചാനൽ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും, അങ്ങനെയാണെങ്കിൽ ഈ പറയുമാതിരി ദീപ്തി ടീച്ചറിൻ്റെ സ്ഥലത്തിൻ്റെ പേരിൽ തന്നെ ദീപ്തി ടീച്ചറുടെ ചാനൽ തുടങ്ങും എന്നും പറയുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യും. കാര്യം ഇങ്ങനെയുള്ള മനുഷ്യർ ഈ സമൂഹത്തിന് ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ ദീപ്തി ടീച്ചറിനെ ആക്രമിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു അക്രമത്തെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എതിരിടുക തന്നെ ചെയ്യും. ദീപ്തി ടീച്ചർ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന് ആവശ്യമുള്ള ഒരാൾക്കാരാണ്. ദീപ്തി ടീച്ചറെ വിമർശിച്ചുകൊണ്ട്, ഈ ഒരു വിഷയത്തിൽ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. അവരോടൊക്കെ പറയുന്നത്, നിങ്ങൾ കണ്ടൻറ്റാണ്, അരി വാങ്ങുവാണ്, പക്ഷെ പൊട്ടത്തരം പറയുമ്പോൾ കാര്യങ്ങൾ അറിഞ്ഞ് പറയുക. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപ്തി ടീച്ചർ എന്താ പറയുന്നത്, ഒരു സാമൂഹിക സേവനം എന്നുള്ള രീതിയിലാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പല യൂട്യൂബേഴ്സും ഒക്കെ പറയുന്നുണ്ടെന്ന് ഇങ്ങനെ ദീപ്തി ടീച്ചറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. അതിനെന്താണ്, എല്ലാവരും നിങ്ങളും പൈസയ്ക്ക് വേണ്ടിയല്ലേ ഇരിക്കുന്നത്. ഓക്കെ, നമുക്കിതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആദ്യം കാണാം. കണ്ട് ദീപ്തി ടീച്ചറിനെ പറയാനുള്ള ഒരു വീഡിയോ നമുക്ക് കാണാം. കണ്ടിട്ട് നമുക്ക് ബാക്കി അഭിപ്രായങ്ങൾ പറയാം. എന്തായാലും വരുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് അവർക്ക് അറിയാമെന്നുള്ളത് ഞാൻ അറിഞ്ഞു വെച്ചോട്ട് ഞാൻ ഇനി ഇതേപറ്റി പോയി അവിടെ ചർച്ച ചെയ്താൽ ഇത് ചെവി അറിയാണ്ട് ഇവരൊക്കെ അപ്രത്യക്ഷമാവും. പിന്നെ എനിക്ക് പറയാനും ഇല്ല, ചോദിക്കാനും ഇല്ല. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. കാരണം റിയാക്ട് ചെയ്യേണ്ടവരാണെങ്കിൽ ഒരു മാസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ആകെ ഉള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ സോഷ്യൽ മീഡിയ വഴി ആകുമ്പോഴത്തേക്ക് എനിക്ക് ഉറപ്പായിരുന്നു ആണെങ്കിലൊക്കെ ഇത് ഇനി അതുങ്ങളെ അപ്രത്യക്ഷമാക്കാൻ പറ്റില്ലല്ലോ പെട്ടെന്ന്. അറിഞ്ഞ സ്ഥിതിക്ക് ചെയ്യണത്. അപ്പം നിങ്ങൾ ഓർത്തോണം, ഞാൻ ഏത് കൊച്ചാ എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടി, ഏത് കാടിൻ്റെ ഏത് ഭാഗമാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഗവി വരെ എന്ന് പറയുമ്പോഴത്തേക്ക് പല സ്ഥലങ്ങളുണ്ട്, പല ഏരിയയിലായിട്ട് ഇവരുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് രാത്രി 8 മണി കഴിഞ്ഞിട്ടാണ്. 8 മണിക്ക് ശേഷം മറ്റൊന്നും അപ്ലോഡ് ആവുന്നത്. പക്ഷേ പിറ്റേന്ന് നേരത്തെ ഇങ്ങനെ കണ്ണ് കീറി വരുന്നതിന് മുന്നേ തന്നെ ഈ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കാൻ പറ്റുന്ന ആൾക്കാർ അവിടെ എത്തുകയും ഈ കൊച്ചിനെ പറഞ്ഞ് നല്ലോണം ഒന്ന് പേടിപ്പിച്ചു. അച്ഛനെ അമ്മയല്ല, അന്നേ പറഞ്ഞതല്ലേ ഈ പുള്ളിക്കാരിയുടെ അടുത്ത് കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. അതായത് ആദ്യം കൊച്ചു വന്നില്ലെന്ന് പറഞ്ഞ് കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, കുട്ടിക്ക് നന്ദിയില്ല ഇത്രയും നോക്കിയിട്ട് അങ്ങനെയുള്ള അതിനെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുക. എന്നെ കണ്ടാൽ ഇത് പ്രശ്നമാകും, ഇത് പ്രശ്നമായി കഴിഞ്ഞാൽ ഞാൻ പിടിച്ച് പോലീസുകാരെ കൊണ്ട് അതിനെ ജയിലിൽ ഇടിപ്പിക്കുന്നു പറഞ്ഞു വെച്ചിരിക്കുക. അതൊക്കെ ഇപ്പം ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റി, കുട്ടിയുമായിട്ടല്ല, കുട്ടിയുമായി വേണ്ടപ്പെട്ട അടുത്ത്. അപ്പം ഓർത്തോണം, ഞാൻ പേരോ കാര്യമോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. എനിക്കൊരു കോൾ പോലും വന്നില്ല ടീച്ചർ അല്ലെങ്കിൽ ദീപ്തി നിങ്ങൾ ആരെ പറ്റിയാണ് ഈ പറയുന്നതെന്ന്. എന്നിട്ട് പോലും വേണ്ടപ്പെട്ടവർ ഡയറക്റ്റ് ഈ കൊച്ചിൻ്റെ അടുത്ത് നേരം വെളുത്തപ്പോഴത്തേക്ക് ചെന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, ഇവർക്ക് അറിയാമെന്നിട്ടാ? ഇവർക്കെല്ലാം അറിയായിരുന്നു. അപ്പം ഇതിൽ ഇടപെട്ട ഒരു വ്യക്തിനെ ഞാൻ നേരിട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ അവരുടെ വായിൽ നിന്ന് തന്നെയാണ് ഞാൻ കേട്ടത്, ഞങ്ങൾക്ക് 1 മാസം മുന്നേ അറിയായിരുന്നു, എന്തിനാണ് അത് വീഡിയോ ഇട്ടത്, ഇത് പ്രശ്നമല്ലേ. അപ്പം ചിലർക്കൊക്കെ ഇവർ പ്രശ്നമാകും, അവരുടെ ജോലിക്ക് അത് പ്രശ്നമാകുമെന്ന് കണ്ടവരെല്ലാം കൂടെ ചേർന്ന് എനിക്കെതിരെ അവിടെ വലിയ വലിയ പ്ലാനിങ് നടക്കുന്നുണ്ട്. ഒന്നും ഞാൻ കാട്ടിക്കയറുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ ഒരു കൊച്ചിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അമ്മ എന്നെ വിളിച്ചു. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇതുപോലെ ഇന്ന ആൾക്കാർ വന്ന് പറഞ്ഞു, ചേച്ചി വീഡിയോ എടുത്തിട്ടു, എൻ്റെ കൊച്ചിൻ്റെ ഞങ്ങളുടെയൊക്കെ ഫോട്ടോ എല്ലാം കൂടെ ഉൾപ്പെടെ ചേച്ചി വീഡിയോ എടുത്തിട്ടേന്ന് അവർ പറഞ്ഞാൽ ഈ ഒരു ഫാമിലി, ഈ പറഞ്ഞ ഫാമിലിക്ക് ഫോണോ കാര്യങ്ങളൊന്നുമില്ല. അവർ വീഡിയോ കാണുന്നവരല്ല. ഈ കൂട്ടത്തിൽ ഏറ്റവും കാര്യങ്ങൾ അറിയാത്ത വ്യക്തികളില്ലേ, തിരിച്ചറിവ് കുറവുള്ള വ്യക്തികളില്ലേ, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് പറ്റിച്ച് വെച്ചിരിക്കുക. അതായത് പിന്നെ ഉടനെ പോലീസ് വരും, കൊച്ചിനെ പിടിച്ചിട്ട് പോകും, അങ്ങനെ ഇങ്ങനെ ഇഷ്ടംപോലെ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ വേണേൽ അതിൻ്റെ അമ്മയുടെ ആണെങ്കിൽ പരാതി എടുക്കണമെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ അമ്മയുടെ ഒറ്റ ചോദിച്ചോളൂ, ചേച്ചി നിങ്ങൾക്ക് തോന്നുന്നു, അത് തന്നെ ചേച്ചി നോക്കി, ഞാനും എന്നെ ചേച്ചി നോക്കി. ഞാൻ ചേച്ചി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളുടെ കൊച്ചിൻ്റെ പേര് പുറത്ത് പറഞ്ഞ് ഞാൻ നിങ്ങളെ നാണം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ചോദിച്ചു. ഇല്ല ചേച്ചി, നിങ്ങൾ അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം, എത്ര നാളുമായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവരെല്ലാം പറയുന്നത് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ടു അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യാൻ വീഡിയോ കാണാനുള്ള ഏർപ്പാട് ചെയ്യാം. പക്ഷേ വീഡിയോ കണ്ടിട്ട് എന്നോട് പറയണം, എവിടെയാണ് ഞാൻ നിങ്ങളുടെയോ നിങ്ങളുടെ ഭർത്താവിൻ്റെയോ നിങ്ങളുടെ കൊച്ചിൻ്റെയോ ആരുടെയെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഇനി ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ എനിക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ പറയാം. ഞാൻ ഈ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദീപ്തി ടീച്ചർ ഇട്ട ഒരു വീഡിയോയിൽ ഇത് കണക്ക് കാട്ടിൽ ദീപ്തി ടീച്ചർ സ്ഥിരമായിട്ട് പോകുന്ന കാട്ടിൽ കുറേ സഹായിക്കുന്ന കുറേ ആൾക്കാരുടെ ഇടയ്ക്ക് പോയി അതിൽ ഒരു പെൺകുട്ടി ഒഴിഞ്ഞു മാറി നിൽക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയം പലരും ദീപ്തി ടീച്ചറിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ഭയങ്കരമായിട്ട് ഇവർക്ക് നന്ദിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പക്ഷേ ആ പെൺകുട്ടിയെ പറഞ്ഞ്
തിരുത്തി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ അധികൃതരെ അറിയിച്ചില്ല എന്നുള്ള രീതിയിലാണ് ദീപ്തി ടീച്ചറിനെതിരെ ആരോപണം ഉണ്ടായത്. അപ്പോൾ ഞാൻ പറയട്ടെ, അധികൃതർക്ക് ആദ്യമേ അറിയാം എന്നുള്ള രീതിയിലാണ് ദീപ്തി ടീച്ചർ ഇത് പറയുന്നത്. അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ കുറച്ച് അധികൃതരെങ്കിലും വരും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യം. ഇതിൽ ഇവർ പലരും ആയിരിക്കുമല്ലോ ഈ പെൺകുട്ടിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം. ഇതിൽ പലതും സ്ത്രീകളാണ് ഈ പറയുന്ന ഈ ദീപ്തി ടീച്ചറിൻ്റെ പറ്റി ഭയങ്കര മോശമായിട്ട് ഈ പെൺകുട്ടി ഈ പ്രഗ്നൻ്റായ പെൺകുട്ടിയെ ജയിലിലടയ്ക്കുമെന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് ഈ പെൺകുട്ടികളുടെ ജീവിതം പലപ്പോഴും പെണ്ണുങ്ങളുടെ ലൈഫ് ഇല്ലാതാകുന്ന പെണ്ണുങ്ങൾ തന്നെയാണ്. പെണ്ണിൻ്റെ ശത്രു പെണ്ണാണെന്ന് പറയുന്ന മാതിരി തന്നെയാണ് കാര്യം. പല കാര്യങ്ങളിലും അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സ്ത്രീകളാണ് ഇവിടെ നല്ല ഡ്രസ്സ് ഇടണം, അല്ല ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടാൻ പാടില്ല, സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷയങ്ങൾ ഉണ്ടാക്കുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ പീഡിപ്പിക്കുന്ന ഒരു കാലത്തിലേക്ക് അതമ്പതിച്ചതാവണം എന്ന് വിചാരിക്കുന്ന സ്ത്രീകളാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ആക്ച്വലി ഈ സമൂഹത്തിന് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വല്ലതും ചെയ്യാനുള്ളവർ ഈ പറയുമ്പോൾ സദാചാര കാഴ്ചപ്പാടിൽ നിന്ന് അല്ലെങ്കിൽ ആൺമേൽക്കോയ്മയിൽ നിൽക്കുന്ന കുറേ കാഴ്ചപ്പാടുകളുണ്ട്. അതിൽ നിന്ന് വെളിയിലിറങ്ങിയിട്ട് അവർ സ്വതന്ത്രമായി സ്ത്രീകളെ വിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതേ കണക്ക് തന്നെ ആ ഒരു പെൺകുട്ടിയെ പല രീതിയിലും പെൺകുട്ടിയുടെ വീട്ടുകാരെയൊക്കെ പല രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഇതേ ഉദ്യോഗസ്ഥരും ഇതിൻ്റെ അധികൃതരും തന്നെയാണ്. ഇവരെ സംരക്ഷിക്കേണ്ടവർ തന്നെ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരവസ്ഥ. സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.